ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് പുറത്ത് പോവാണ്. അതായത് ഞങ്ങളിപ്പോൾ ഉള്ള സിറ്റിയിൽ നിന്ന് ഒരു 34 മിനിറ്റ്സ് നമുക്ക് ട്രാവൽ ചെയ്യണം. പിന്നെ ഞാനത് എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കാം. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അതായത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ കുറച്ചിങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, ഗേൾസിനൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഫോട്ടോ അതാണ് അങ്ങനെ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ഫോട്ടോസൊക്കെ ഗൂഗിളിൽ കണ്ടപ്പോൾ. പിന്നെ അടുത്ത് നല്ലൊരു കഫേ, നല്ല റിവ്യൂസിലൊരു കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോവാം. അപ്പോൾ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് പോയും വരും ചെയ്യാം. പിന്നെ അത് 34 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. പിന്നെ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും 45 മിനിറ്റ്സിനുള്ളിൽ എന്തായാലും എത്തും. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും എന്താ പറയുക, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കാണാം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിക്ക് 2 ID ഉണ്ട്. ഇത് 2 ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പം അതിൽ ഫോട്ടോസ് കാണാം. അപ്പോൾ നമ്മളിന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഡ്വിൽ എന്നൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന സിറ്റിയിൽ നിന്നൊരു 34 മിനിറ്റ്സ് ആയിരുന്നു ഡ്രൈവ്. അപ്പോൾ ഞങ്ങളൊരു 3 മണിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു 3:45-40 ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഹെലോവിനായ കാരണം ഒരു എന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങളായത് ഫോട്ടോസിൽ കാണുന്നതിനേക്കാളും കൂടുതൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം. അതായത് ഇങ്ങനെ ഗേൾസിനൊക്കെ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. എനിക്ക് വന്നതിൽ എനിക്ക് സന്തോഷം തോന്നി. ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് തോന്നി എന്തിനിങ്ങോട്ട് വന്നു, ഇവിടെ ഒന്നും ഇല്ലല്ലോ കാണാൻ, എന്തിനങ്ങോട്ട് വന്നെന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയേ ഇല്ല. കാരണം വെച്ചാൽ അത്രയ്ക്കും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കഫേ ഉണ്ട്, ഫ്രണ്ട് സൈഡിൽ. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ വെള്ളം ഇങ്ങനെ, എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ, പൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ടെങ്ങാനും പഠിക്കുമ്പോൾ എങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അധികം വെള്ളമൊന്നുമില്ല, അന്ന് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന അങ്ങനെയൊക്കെ നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബാക്കിലുണ്ടായിരുന്നു. പിന്നെ ഈ മറ്റേ ഹെലോവിനായ കാരണം തോന്നുന്നു പംകിൻസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു, ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പംകിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലും എന്നെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവിടുത്തെ വീഡിയോ ക്ലിപ്സാണ് കൂടുതലും എടുത്തത്. അപ്പം നിങ്ങൾക്കും കൂടി കാണാലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതലും എൻ്റെ ക്ലിപ്സ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവിടുത്തെ കാഴ്ചകളാണ്, അല്ലെങ്കിൽ അവിടെ കാണാനുള്ള സംഭവമാണ് കൂടുതൽ എടുത്തത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും എന്താ പറയുക, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ നമുക്കിപ്പോൾ ഈവനിങ് ഒക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന അത്രയും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ വന്ന ആളെ എന്നെ എങ്ങനെ സഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും അധികം ഞാൻ ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടന്നിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട് അവിടെ. അങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ ഈ അടുത്ത് റീൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അവിടെ പോയതിൻ്റെ. അപ്പം നിങ്ങൾക്ക് കാണാൻ അതൊന്നല്ല, ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ആ പോസ് ഈ പോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ തന്നെ ആലോചിച്ചു എൻ്റെ കൂടെ വന്ന ആളെ സമ്മതിക്കണം. പിന്നെ അത്രയും ക്ഷമയുള്ള ഒരാളായ കാരണം എന്നോടൊന്നും പറഞ്ഞില്ലെന്ന്. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഞാൻ ഫോട്ടോ മാറിയൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും നല്ലൊരു സ്ഥലമാണ്. നമ്മൾക്ക് എപ്പോഴും വരാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ വരുമ്പോൾ സമയത്ത് നമ്മൾ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കഫേ ഒരു ബാക്കിലാണ് സത്യം പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അതിനുള്ളിൽ പോയപ്പോൾ അതിനേക്കാളും ഭയങ്കര എന്താ പറയുക എനിക്കറിയില്ല. അത്രയും നല്ല ഭയങ്കര ലൈറ്റ്സ്, എനിക്കൊന്നാമത് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാനായിട്ട് എനിക്ക് സ്വതവേ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ തൃശ്ശൂരായ കാരണം മറ്റേ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടം. വേറെ പരിപാടി ഒന്നും കണ്ടില്ലെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ കഫേയുടെ ഉള്ളിൽ മൊത്തം മുകളിലൊക്കെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സീബ്ര ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ആംബിയൻസിൽ തന്നെയായിരുന്നു കഫേ ഉണ്ടായിരുന്നത്. എനിക്ക് അതും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അവിടെ ഞാൻ ഉള്ളിൽ ഫോട്ടോ ഒന്നുമില്ല, കാരണം അതൊരു ഡാർക്ക് തീമായിരുന്നു. അതായത്
ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാമായിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നു. അതൊരു ഡാർക്ക് തീമായിരുന്ന കാരണം തന്നെ ഞാൻ അങ്ങനെ ഫോട്ടോസൊന്നും അവിടെ പോയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഞങ്ങൾ എന്തോ, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, ഞാൻ എന്തോ കോഫി കുടിച്ചു, 2 ഫ്ലേവറായിട്ട് അങ്ങനെ എന്തോ കോഫി കുടിച്ചു. പിന്നെ അവിടെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായി, കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ഫോട്ടോ എടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ വെറുപ്പിച്ച കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എത്തിയിട്ട് എന്താ പറയുക, ഞങ്ങൾ ആദ്യം കോഫി കുടിക്കാൻ പോകാണ്ട് ഞങ്ങൾ ആദ്യം ഫോട്ടോസൊക്കെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് കോഫി കുടിക്കാൻ പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4:50 ഒക്കെ ആയപ്പോഴാണ്. അതായത് 5 മണിക്ക് ആ ഒരു കഫേ അടയ്ക്കും, അത് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നിട്ടും ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയായ കാരണം ഞാൻ പോയത് 4:50 ഒക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ എന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞെടുത്തത് ഇതൊക്കെ അടച്ചിട്ടുണ്ടാവും, ഒന്നും കിട്ടാൻ പോകണില്ല എന്ന്. പക്ഷെ എന്നാലും അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ എന്താ കോഫിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് കേക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പക്ഷെ ഐസ്ക്രീമൊന്നും ഞാൻ കഴിച്ചില്ല. ഒരുപാട് ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചില്ല. ഞങ്ങളെന്തോ 2 പേര് 2 കോഫി ഞങ്ങളാണ് കുടിച്ചത്. പിന്നെന്താ പറയാ, പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറത്ത് വന്നിരുന്നു. കോഫി എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വന്നിരുന്നപ്പം എന്താ പറയാ, അപ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി തുടങ്ങി. അതായത് 5 മണിയൊക്കെ ഒരു ടൈം ആയപ്പോഴേക്കും ഉണ്ടായിരുന്ന ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓൺ ആയി തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ നേരം വൈകുന്നേരമില്ലേ, കാരണം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് എന്താ പറയാ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടി നേരം എന്താ പറയാ അവിടെ ഇരുന്നെങ്കിൽ, ഇരുട്ടായിരുന്നെങ്കിൽ ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സിനും കൂടി ഒപ്പം കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കഫേയുടെ ഉള്ളിലത്തെ കാര്യമല്ല വേണം, പുറത്ത് എന്താ പറയാ പംകിൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ ലൈറ്റ്സ് ഇട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ആയിരുന്നു എങ്കിലും എന്താ പറയുക ഭയങ്കര ഡാർക്ക് ആയിരുന്നെങ്കിൽ ആ ലൈറ്റ്സിന്റെ ഒപ്പം അതുകൂടി കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു പുറംഭാഗം കാണാനായിട്ട്, പുറത്തുള്ള ഒരു ഇത് കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ അത്രയും ഡാർക്ക് ആവാനായിട്ട് നിന്നില്ല, കാരണം ഞങ്ങൾക്ക് വന്നിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല പോയത് തന്നെ കുറച്ച് ലേറ്റ് ആയി. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് വിശപ്പ് മാറ്റാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല, സ്നാക്സ് ആയിട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഭയങ്കര ഇരുട്ടാവാൻ ഞങ്ങൾ കുറച്ചൊക്കെ ലൈറ്റ്സിനെ കണ്ടു, പക്ഷെ എന്താ പറയാ ഭയങ്കരമായിട്ട് ലേറ്റ് ആവാന്നില്ല, കാരണം കുറച്ചും കൂടി ഇരുട്ടായി നിങ്ങൾ ശരിക്കും ലൈറ്റ് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ആ ഒരു സറൗണ്ടിങ്സിലൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായേനെ. അല്ലാണ്ട് അത് ഭയങ്കര ഭംഗി തന്നെയായിരുന്നു കാണാനായിട്ട്. പക്ഷെ ഞാൻ അത്ര നേരം നിന്നില്ല, കാരണം ഇരുട്ടായി. ഏകദേശം ഇപ്പൊ ഇവിടെ എന്താ പറയാ വിന്റർ ആവാറായ കാരണം വേഗം 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഇരുട്ടാവും. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ നിന്നില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സെറ്റിലൊന്നും ഇല്ലാത്ത കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ അറിയാം അത്രയും എന്തൊരു ഭംഗി ഉണ്ടെന്നത് കാണാനായിട്ട്. ആ ഒരു വേറെ എന്താ പറയുക ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗവും, അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗാർഡനും, പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്തോ ബലൂൺസ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ മൊത്തത്തിലൊരു കളർഫുള്ളായിരുന്നു, കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതിന് ശേഷം എന്താ പറയുക കോഫിയൊക്കെ കുടിച്ച് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെന്താ പറയുക ഒരു 5:30, 5:45, 6 മണി സമയത്തൊക്കെ ഞങ്ങൾ ഏകദേശം തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക എന്നെ കൂടുതൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം അല്ലാതെ ഞാൻ ആ പ്ലേസ് കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.